ഹലോ. പതിവ് പോലെ ഇന്നും ഒരു ഹോസ്പിറ്റൽ വ്ളോഗാണ് കേട്ടോ. കുറച്ച് ദിവസമായി നമ്മൾ ഹോസ്പിറ്റലിൽ കൂടെ തന്നെയാണ്. ഏട്ടന് എലി കടിക്കലും ഇപ്പോൾ അതാ തനുവിന് നല്ല കഫക്കെട്ടും പനിയൊക്കെയാണ്. അവളെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോകുന്ന പോക്കാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയതും മണ്ണാർക്കാട്ടേക്ക് പോകുന്ന ഒരു ഓട്ടോ ആണ് നമുക്ക് കിട്ടിയത്. നമ്മളങ്ങനെ വേഗം ഓട്ടോയിൽ കയറി ടൗണിലെത്തിയതും തനു അങ്ങനെ ഉറങ്ങിയിരുന്നു. ടൗണിൽ നിന്ന് മറ്റൊരു ഓട്ടോ എടുത്തിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയത്. മണ്ണാർക്കാടുള്ള അൽമ ഹോസ്പിറ്റലിലാണ് നമ്മൾ പോയത്. വേഗം തന്നെ പോയി ടോക്കൺ എടുത്തു. ഡോക്ടറെ കാണാൻ നിന്നപ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. തനുവിനാണെങ്കിൽ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. വാടിയ മുഖം കൊണ്ട് അവൾ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഭയങ്കര സങ്കടമാണ്. ഒന്ന് ചിരിക്കാൻ പറഞ്ഞപ്പോൾ മെല്ലെ ഒന്ന് ചിരിച്ചു തന്നു ആള്. വീഡിയോ എടുക്കുന്നതും കണ്ണാടി നോക്കുന്നതൊക്കെ അവൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഡോക്ടറെയൊക്കെ കണ്ടിറങ്ങി അവിടുന്ന് ബില്ലൊക്കെ പേ ചെയ്ത് മരുന്ന് വാങ്ങാൻ വേണ്ടി നിന്നു. മരുന്ന് വാങ്ങാൻ നിന്ന് അവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അങ്ങനെ മരുന്നൊക്കെ വാങ്ങി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇത്രയും മരുന്നുണ്ടായിരുന്നു കേട്ടോ തനുവിന് കഴിക്കാൻ. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയതും നല്ല വിശപ്പുണ്ടായിരുന്നു രണ്ടാൾക്കും. രാവിലെ നീനുവിനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന തിരക്കിൽ ഒന്നും കഴിച്ചിരുന്നില്ല. ഞങ്ങൾ അങ്ങനെ ഏട്ടനെ ചായ കുടിക്കാൻ വിട്ട് ഞങ്ങൾ അവിടെ കുറച്ചു നേരം കാത്തിരുന്നു. രണ്ടുപേരെയും കൂടി ഒപ്പം പോയുള്ളൂ കഴിക്കാൻ അയക്കില്ല. അങ്ങനെ ഏട്ടൻ കഴിച്ചു വന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി ഞങ്ങൾ കയറി. തനുവിനെ പിന്നെ ഏട്ടനാണ് അപ്പോൾ നോക്കിയിരുന്നത്. അച്ഛനും മകളും കൂടി ഒരേ കളിയായിരുന്നു. അച്ഛൻ കൈകൊട്ടി കൊടുക്കുന്നത് കണ്ട് മകളും അതുപോലെ കൈകൊട്ടി കളിക്കുന്നുണ്ടായിരുന്നു. തനുവിനും നീനുവിനും പിന്നെ ഏട്ടനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ മറ്റാരെയും വേണ്ട. പെൺകുട്ടികൾക്ക് പിന്നെ അങ്ങനെയാണല്ലോ. അച്ഛന്മാരെ കിട്ടിയാൽ പിന്നെ അവർക്ക് വേറെ ഒന്നും വേണ്ട. അവരെ കളിയും കണ്ടിരുന്ന് എനിക്കൊരു സാൻഡ്വിച്ചും ഒരു ഷേക്കും ഏട്ടൻ വാങ്ങി തന്നു. ഏട്ടനൊന്നും വേണ്ടാന്ന് പറഞ്ഞിരുന്ന ഏട്ടൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വെള്ളം കുടിക്കുന്നത് കണ്ടിട്ട് ലൈമും ഓർഡർ ചെയ്തു. അച്ഛനും മകളും പിന്നെ അതിൽ പിടിവലിയായി. വരുമ്പോൾ പിന്നെ നീനുവിനുള്ള സ്നാക്സും മറ്റും വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ബസ് കയറാൻ പിന്നെ കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു പോകാനുണ്ടായിരുന്നു. നല്ല വെയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ് കയറാൻ എത്തി. തനു അപ്പോഴും ഒരേ വികൃതിയായിരുന്നു. മാലയിലുള്ള കളിയെല്ലാം കഴിഞ്ഞ് തനു അവസാനം പിന്നെ അവിടെയുള്ള കമ്പിയിലായി അടി. എന്തൊക്കെയോ താഴെ നോക്കുന്നുണ്ടായിരുന്നു ആള്. അങ്ങനെ കുറേ നേരം നിന്നതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് ബസ് കിട്ടി. ബസ്സിൽ അങ്ങനെ ഞങ്ങൾ കയറിയിരുന്നു. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ബസ്സിൽ. തനുവാണെങ്കിൽ ഒരേ ഇരിപ്പായിരുന്നു. ആൾക്ക് നല്ല ഉറക്കവും വന്നിട്ടുണ്ട്. അങ്ങനെ ബസ് ഇറങ്ങി കുറച്ച് ദൂരം നമുക്ക് നടന്നു പോകാനുണ്ട്. കുറച്ച് ദൂരം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ നമുക്ക് നടന്നു പോകാൻ. നല്ല വെയിലും ഉണ്ടായിരുന്നു. വേഗം തന്നെ നമ്മൾ നടന്നു പോകുന്നുണ്ടായിരുന്നു. പോകുന്ന വഴിക്ക് തനു അങ്ങനെ കിടന്നുറങ്ങി. അങ്ങനെ നടന്ന് വീടെത്താറായപ്പോൾ നമ്മൾ കണ്ടൊരു കാഴ്ചയാണിത്. നല്ല വെയിലായതുകൊണ്ട് ചൂട് സഹിക്കാനാവാതെ കാക്കകൾ തോട്ടിലിറങ്ങി കുളിക്കുകയായിരുന്നു. ഏട്ടൻ പറഞ്ഞു അത് കണ്ടു നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്തായാലും അത് കുറച്ചു നേരം നിന്ന് വീഡിയോ എടുത്തു. അങ്ങനെയൊക്കെ വിശ്വാസങ്ങളുണ്ടോ എനിക്കറിയില്ല. എന്തായാലും ഞാനത് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ നേരെ വീട്ടിലെത്തി. തനുവിനെ അങ്ങനെ ഉറക്കാൻ കിടത്തിയപ്പോഴുള്ള അവസ്ഥയാണിത്. ആളൊരേ ചിരിയായിരുന്നു. മറ്റൊരു വീഡിയോയുമായി പിന്നീട് കാണാം. സബ്സ്ക്രൈബ്